ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ക്യാപ്ഷൻ കണ്ടതുപോലെ മഞ്ഞൾ എങ്ങനെ മഞ്ഞൾപ്പൊടി ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ. ഇതാദ്യം ചെയ്യുന്നത് അതിൻ്റെ മേലുള്ള വലിയ വേരുകളൊക്കെ നമ്മൾ കത്തി വെച്ചിട്ട് അരിഞ്ഞു മാറ്റും. എന്നിട്ട് ആ മഞ്ഞളിനെ നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഈ മഞ്ഞളിനെ ഇനി ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുക്കും. അതാണ് കേട്ടോ. ഇങ്ങനെ ആവി കയറിയിട്ടുള്ള ഈ മഞ്ഞളിനെ ഒന്നുകൂടി നമ്മൾ വാർത്തെടുക്കും. വാർത്തെടുത്തതിന് ശേഷം ഇതിനെ ഒന്നുകൂടി നന്നായി കഴുകും. കഴുകിയതിന് ശേഷം നമുക്കിനി ഇതിൽ വലിയ പീസുകളൊക്കെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മഞ്ഞളിൻ്റെ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ പണി വരുന്നത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. മണ്ണിലുണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മണ്ണുണ്ടാവും. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് ഉണക്കാനായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പ്രോസസ്സ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വലിയ പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് ഇടണം. കാരണം ഉണങ്ങാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ വലിയ പീസൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മളിത് ഉണക്കാനായിട്ട് ഇടും. നന്നായി ഉണങ്ങിയിട്ടുള്ള മഞ്ഞളിനെ മില്ലിലേക്ക് കൊടുത്തിട്ട് പൊടിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ പ്രോസസ്സ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.